സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആട്ടിൻപാറയിലുള്ള റിസോർട്ടിലേക്കാണ്. ഈ ആട്ടിൻപാറയിലുള്ള റിസോർട്ടുള്ളത് നമ്മളെ ആട്ടിൻപാറ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ആട്ടിൻപാറയിലേക്ക് പോകുന്ന ആൾക്കാർ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് മുകളിലേക്കുള്ള വഴിക്കാണ് ഈ റിസോർട്ടിലേക്ക് പോകേണ്ടത്. അതിമനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. ഒരു കുന്നിൻ മുകളിലാണ് ഈ റിസോർട്ട് നിലവിലുള്ളത്. റോക്ക് ഹിൽ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഈ കടും കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് വേണം റിസോർട്ടിലേക്ക് എത്താൻ. ആട്ടിൻപാറയിലേക്ക് എത്താനുള്ള വഴി നിലമ്പൂരിൽ നിന്ന് അകമ്പാടം റൂട്ടിന് വരുമ്പോൾ എരുമമുണ്ട എത്തുന്നതിന് മുന്നെയാണ് ആട്ടിൻപാറ ഉള്ളത്. നിരവധി പാറകൾ കൊണ്ട് മനോഹരമാണ് ആട്ടിൻപാറ. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് കളിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ റിസോർട്ടിലുണ്ട്. ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഒരു നല്ല റിസോർട്ടാണിത്. അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ എ ഫ്രെയിമിലുള്ള ചെറിയ മുറികളും ഇവിടെ അവൈലബിൾ ആണ്. അതും ബഡ്ജറ്റ് നിരക്കിൽ തന്നെ നമുക്ക് ലഭിക്കും. ഒരു പക്ഷേ ഇവിടെ എത്തിച്ചേരേണ്ടത് തന്നെ ഒരു 2 മണി 3 മണിയോട് കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മക്കളോടൊപ്പം വന്നു കഴിഞ്ഞാൽ കളിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലമാണിത്. നല്ല പാർക്കിംഗ് ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ റിസോർട്ടിലെ അപ്സ്റ്റെയറിലുള്ള റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ളത് അതാ ആട്ടിൻപാറ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ എ ഫ്രെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്കുള്ള നല്ല വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ റൂം ഫെസിലിറ്റീസ്. നല്ല വൃത്തിയോടുകൂടി അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള റൂമുകളാണ് ഇവിടെ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പൂൾ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒരു 8 ആൾക്കോ 10 ആൾക്കൊക്കെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന വലിയ റൂമുകളും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. രാവിലെ എണീറ്റിട്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടമഞ്ഞ് മൂടി നിൽക്കുന്നത് അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. റൂമുകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എല്ലാ റൂമുകളും നല്ല വൃത്തിയോടുകൂടി അവരത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്ന് ഉല്ലസിക്കണം എന്നുണ്ടെങ്കിൽ, കുഞ്ഞുമക്കളായിട്ട് ഉല്ലസിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ആടുന്ന പോലെ ഇരുന്ന് ആടാവുന്നതാണ്. കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരു പക്ഷേ നല്ല ഭാരമുള്ളതുകൊണ്ടാവാം ഇത് മെല്ലെ ആടുന്നുള്ളൂ. ചങ്കിലത് നിർത്തി പോകണമെന്നുണ്ട്. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ വലിഞ്ഞ് ഒക്കെ നോക്കി. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചങ്ക് മെല്ലെ അതിന് നീച്ച് പുറത്തേക്ക് പോയി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഒറ്റയ്ക്ക് പോയിട്ട് ഡാൻസ് കളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് പാറപ്പുറത്ത് കയറിയിട്ട് ഡാൻസൊക്കെ കളിച്ച് മെല്ലെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ ചുടണമല്ലോ, അതിനുള്ള സജ്ജീകരണങ്ങളാക്കി. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവരിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ചുട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഈ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേക്ക് ആഘോഷിച്ചിട്ട് തിരിച്ചു പോകും.